Hello, friends. Welcome back to our digital marketing podcast. Your host Vipin Nair, founder of Aviv Digital, a digital training institute in Kerala, provides training in UI UX, digital marketing, and full stack development. So let's start today's discussion. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഒരു ബേസിക് ഒരു ഓവർവ്യൂ ആണ്. ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ആവുന്നത്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ഡിഫറെൻറ്റ് ദാൻ മാർക്കറ്റിംഗ്, ഇതെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു എൻ്റർപ്രണർ ആണ് ഹൂ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്നത്തെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ലിസൺ ഫുൾ എപ്പിസോഡ്. Also, if you like, give a like, subscribe, and if you have any questions, leave it in comment. Listening this in iTunes or in Spotify, please make sure to subscribe to our podcast. So let's begin the session, guys. സോ ബേസിക്കലി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓവർവ്യൂ ആണ് ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് എന്തൊക്കെ മോഡ്യൂൾസ് ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ടതും ആൻഡ് ചെയ്യേണ്ടതും. ഓക്കെ, സോ വൺസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ പറ്റിയാണ്. ഓക്കെ, മാർക്കറ്റിംഗ് പിന്നല്ലേ വരുന്നത്, ആദ്യം ഒരു ബിസിനസ് ഉണ്ടായാലല്ലേ അതിന് മാർക്കറ്റിംഗിന് ആവശ്യം. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബിസിനസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ബിസിനസ്സിന് വേണ്ടി ജസ്റ്റ് നിങ്ങളൊരു കാഷ്വൽ ആയിട്ട് സംസാരിച്ചാൽ, ലൈക്ക് ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഒരു ബിസിനസ്സിന്? ഞാൻ പറയാണ്, ഒരു യെസ്, ആ ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം വാട്ട് വിൽ ബി ദ ബിസിനസ്സിന് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. ബ്രാൻഡിങ്, പ്രൊമോഷൻ, പ്രോഫിറ്റ്, സെയിൽസ്, പ്രൊഡക്ട്സ്, ക്ലയൻസ്, സെയിൽസ്, എംപ്ലോയീസ് വേണം, ഫണ്ട് വേണം, ബിസിനസ് സെറ്റപ്പ്. ഞാൻ ഇതിനകത്ത് ഒരു ബേസിക് ഒരു എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ഓബ്വിയസ്ലി ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് എന്തെങ്കിലും ഫണ്ട്സ് ഉണ്ടാവും, കുറച്ച് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാവും. ബേസിക് സാധനങ്ങളെല്ലാം എന്തായാലും ഉണ്ടായാലും മാത്രമേ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകത്തുള്ളൂ, അല്ലാതെ ഞാൻ തുടങ്ങൂല. ഓക്കെ, സോ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കൺസിഡറേഷനകത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ്. എനിക്കൊരു കസ്റ്റമർ ഓർ സെയിൽസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ഓൺ മൂണിൽ വരെ എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ദർ ഇസ് എ കസ്റ്റമർ ഹു ക്യാൻ ബൈ മൈ പ്രോഡക്റ്റ് ഓൺ. ഗെറ്റിംഗ് മൈ പോയിന്റ്? ഇപ്പൊ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് എവിടെ വേണം, കടം എടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഓൾറെഡി എനിക്കറിയാം 2 ദിവസം കഴിഞ്ഞിട്ട് മൊത്തം എനിക്ക് കസ്റ്റമറിന്റെ സാധനം വാങ്ങും. ഞാൻ ഇപ്പം തന്നെ വേണമെങ്കിൽ ബാങ്കിന് പോയിട്ട് ലോൺ എടുത്തിട്ട് നാളെ പ്രൊഡക്റ്റ് വിറ്റിട്ട് ബാങ്കിൽ ലോൺ കൊടുത്തിട്ട് എൻ്റെ സാധനം ഞാൻ ചെയ്യും. ഓൺലി വെൻ കസ്റ്റമർ ഉണ്ടോ എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എല്ലാം ചെയ്യും. ബട്ട് കസ്റ്റമർ വരാതിരിക്കുക, അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾ തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിൽ പോയിട്ട് പറയാം എൻ്റെ അടുത്ത് നല്ല ബിസിനസ് ഐഡിയ ആണ്, ചിലപ്പോൾ കസ്റ്റമർ വരും, ചിലപ്പോൾ കസ്റ്റമർ വരും. ആളെന്താ പറയുക, ശരി മോനെ ആദ്യം കസ്റ്റമർ കൊണ്ടുപോകാം, പിന്നെ നമുക്ക് ഇരിക്കാം. അതായിരിക്കും ഇൻവെസ്റ്റർ ആദ്യം വരിക. ഇൻവെസ്റ്റർ വിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് നല്ലൊരു സൂപ്പർ ബിസിനസ് ഐഡിയ ഉണ്ട്, കസ്റ്റമർ വരാതിരിക്കുക. അപ്പോൾ അതേ ടൈമിൽ നിങ്ങൾ പറയാം, ഓൾറെഡി എൻ്റെ അടുത്ത് 100 കസ്റ്റമർ ഉണ്ട്, എനിക്ക് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനാണ്, കുറച്ച് ഫണ്ട് വേണം. എല്ലാവരും റെഡി ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ. ബിക്കോസ് ഓൾറെഡി ദ ബേസ് കസ്റ്റമർ, സെയിൽസ് ആണ്, ക്ലയൻസ് ആണ് ഓൾറെഡി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ബിസിനസ്, ഏത് എന്താ പറയുക സെറ്റപ്പ്. സോ ഓവറോൾ ഞാൻ ഇപ്പോൾ പറയുന്ന സമയത്ത് നമ്മളിപ്പം എത്തി എന്താണ് പറഞ്ഞാൽ ഒരു ബിസിനസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. ഓക്കെ, ഇപ്പൊ കസ്റ്റമേഴ്സ് വരണമെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് പ്രോസ്പെക്ട്സ് വേണം. പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഹൂസ് റെഡി ടു ബൈ. പക്ഷെ ചിലപ്പോൾ അവർക്ക് ബഡ്ജറ്റ് ഇല്ലാവാം, ഞാൻ കൊടുക്കുന്ന അത്ര ബഡ്ജറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻസ് വേറെ ആയിരിക്കും. ബട്ട് പ്രോസ്പെക്ട് ഉണ്ടാവും, ലൈക്ക് അവർക്ക് മനസ്സിൽ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും. ബട്ട് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും അവരുടെ റിക്വയർമെന്റും മാച്ച് ആവാതിരിക്കും. ദാറ്റ് ഇസ് ദ പ്രോസ്പെക്ട്. സോ എത്ര കൂടുതൽ പ്രോസ്പെക്ട് ഉണ്ട് അത്ര കൂടുതലാണ് നമുക്ക് കസ്റ്റമർ ആക്കാൻ സാധ്യത കൂടുതൽ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ബ്യൂട്ടി
ക്രീമിന്റെ ഒരു കമ്പനിയാണ്. ഇപ്പൊ ഗൂഗിൾ മോളിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ ഫുൾ മെയിലാണ് വോക്കിൻസ് ചെയ്യുന്നതിന് ഓർത്തോ, ഫുൾ മെയിലാണ് വോക്കിൻസ് ചെയ്യുന്നത്. ബ്യൂട്ടി ക്രീമാണ്, ലിപ്സ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. സോ പോസിബിലിറ്റി ഓഫ് റൈറ്റ് പ്രോസ്പെക്ടിന്റെ സാധ്യത അവിടെ ഭയങ്കര കുറവാണ്. ബിക്കോസ് മെയിൽ ആർ ദ നോട്ട് വൺ ഹു ഇസ് ഗോയിങ് ടു യൂസ് ദിസ്. സെക്കൻഡ്, അവർ ഇപ്പം 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 10 പേര് ഗിഫ്റ്റിന് വേണ്ടി വന്നതായിരിക്കും, ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. ബട്ട് അതേ ടൈമിൽ സെയിം മാറി ഈ 100 ഫീമെയിൽസ് ആയി. നൗ ആ ബ്രാൻഡിന് അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ലൈക്ക് ഇന്ന് വാങ്ങുന്നില്ലെങ്കിൽ നാളെ വന്നിട്ട് ചിലപ്പോൾ വാങ്ങും. ബിക്കോസ് റൈറ്റ് ഓഡിയൻസ് ആണ്. ഇത് സെയിം ടൈമിൽ 100 മെയിൽ പോയിട്ടുണ്ടെങ്കിലോ ഇന്ന് വാങ്ങിയില്ലെങ്കിൽ നാളെ വന്ന് വാങ്ങുമെന്ന് പറയാൻ പറ്റുമോ? ഗെറ്റിംഗ് മൈ പോയിന്റ്. സോ റൈറ്റ് പ്രോസ്പെക്ട് ആവാനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ആരെങ്കിലും വാക്കിൻസ് ചെയ്ത് വന്നാൽ മാത്രം പോരാ. ഇപ്പൊ നമ്മള് നോക്കിയിട്ടുണ്ടായിരിക്കും വലിയ വലിയ ഷോപ്പിന്റെ എല്ലാം ഇനോഗ്രേഷൻ ആവുന്ന സമയത്ത് വലിയ നടനും നടിമാരെല്ലാം വിളിക്കും, ഫുൾ ക്രൗഡ് ആയിരിക്കും. ബട്ട് അതിനകത്ത് എത്ര പേരാണ് തിരിച്ചാ ഷോപ്പിനകത്തോട്ട് വാങ്ങാൻ വരുന്നത്? പ്രോസ്പെക്ട് അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബേഴ്സ് ആവാം, ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുക. അല്ലാതെ അത് വെച്ചിട്ട് അവർക്കൊരു സെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അതേ ടൈമിൽ ഇപ്പം വലിയ വലിയ കാർ ലോഞ്ചിനകത്തെല്ലാം ആൾക്കാര് ഇൻവിറ്റേഷൻ ബേസിലാണ് വിളിക്കുക. ഓക്കെ, വലിയ വലിയ ഫ്ലാറ്റ്സ്, വലിയ വലിയ ഇങ്ങനത്തെ ഇൻവിറ്റേഷൻ ബേസ്. ഇൻവിറ്റേഷൻ ആർക്കാണ് കൊടുക്കുക? ഹൂസ് പ്രോസ്പെക്ട്, റൈറ്റ് പ്രോസ്പെക്ടിന് മാത്രം ഇൻവിറ്റേഷൻ കൊടുക്കും. ഇപ്പൊ ജീപ്പ് നമ്മുടെ ഒരു പുതിയ കാർ ലോഞ്ച് ചെയ്യുകയാണ്, ഫീച്ചർ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഗോയിങ് ടു സെൻഡ് invitation to those people who inquired there already about the car, or already they have a one kind of customer, or they will be having car and looking to buy. അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ ആയിരിക്കും അവർ എന്താ ചെയ്യാമോ ഇൻവൈറ്റ് ചെയ്യാമോ നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബിക്കോസ് പോസിബിലിറ്റി ഓഫ് ബൈങ് ദാറ്റ് പർട്ടിക്കുലർ ജീപ്പ് ഇസ് മോർ ഫോർ ദോസ് കസ്റ്റമേഴ്സ്. അതിന് കോൾഡ് എല്ലാവരും വന്നോന്ന് പറഞ്ഞിട്ട് വിളിക്കാനേക്കാളും നല്ലത് സ്പെസിഫിക്കലി അവർ പിക്ക് ചെയ്തിട്ട് ഒരു 100 പേര് 1000 പേര് വിളിക്കും, 100,000 പേരെ വിളിക്കും. സോ ഈ പ്രോസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസ്പെക്ടിനകത്തും റൈറ്റ് പ്രോസ്പെക്ട് തന്നെയാണ്. ആരും കയറി വന്ന കാര്യമില്ല, അതിനെ പറ്റി താല്പര്യമുള്ള ആൾ തന്നെ. സോ ഈ പ്രോസ്പെക്റ്റിനെ നമ്മൾ ഡിജിറ്റൽ ചാനൽസിനകത്ത് നമ്മൾ പറയുന്നത് ട്രാഫിക്കിനാണ്. നമ്മുടെ ലാംഗ്വേജിൽ പറയുന്നത് ട്രാഫിക് ആണ്. ദ ഹയർ ദ ട്രാഫിക് ദ ബെറ്റർ ദ കൺവേർഷൻ. മീൻസ് കൂടുതൽ പ്രോസ്പെക്ട് വരുവാണെങ്കിൽ സാധ്യത ഓഫ് സെല്ലിംഗ് ഇസ് ഹയർ ആണ്. So the more people come in, the more sales I can make. So നമ്മൾ ട്രാഫിക് ആണ് ഇൻഡ് ഗോളിലേക്ക് എത്തിക്കുന്നത്. ഡിജിറ്റലിനകത്ത് അവരെ ഈ പ്രോസ്പെക്റ്റിനെ നമ്മൾ എന്താ പറയുന്നത്? ട്രാഫിക് പറയും. ഇനി നമ്മൾ ആക്ച്വലി ട്രാഫിക് എങ്ങനെ കൊണ്ടുവരാം, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? മാർക്കറ്റിംഗ്. കറക്റ്റ്. ഈ ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ മാർക്കറ്റിംഗ് വരുന്ന സമയത്ത് മാർക്കറ്റിംഗ് 3 സാധനത്തിന്റെ പുറത്താണ് ഡിപ്പെൻഡന്റ് ആവുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ്. നമുക്ക് 3 സെക്ഷൻസിനകത്ത് പുറത്തായിരിക്കും വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ ആണ്. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊമോഷൻ ചെയ്യുന്നത്. പ്രൊമോഷൻ എന്തായിരിക്കും? പെയ്ഡും ആവാം, ഫ്രീ ആവാം. ഓക്കെ, 2 ടൈപ്പ് ഓഫ് പ്രൊമോഷൻസ് ഉണ്ടായിരിക്കും, പെയ്ഡ് ആൻഡ് ഫ്രീ. സോ പെയ്ഡിനകത്ത് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുക? പൈസ കൊടുത്തിട്ട് ടി വിയിൽ ആഡ് റൺ ചെയ്യും, ന്യൂസ് പേപ്പറിൽ വലിയ ഹോർഡിങ് വെക്കും, എല്ലായിടത്തും നിങ്ങൾ ഇറങ്ങുന്നിടത്ത് എല്ലാവരും നിങ്ങൾക്ക് എന്തായിരിക്കും? നമ്മുടെ ബ്രാൻഡിനെ പറ്റി കാണും. നോൺ പെയ്ഡ് ഓർ ഓർഗാനിക്കിന് നമ്മൾ പറയുന്നതാണ് ഫ്രീനെ. ഓർഗാനിക് എന്തായിരിക്കും? ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ആൾക്കാരോട് പറയും. ദാറ്റ് ഈസ് ദ ഓർഗാനിക്, വേർഡ് ഓഫ് മൗത്ത്. സോ വേർഡ് ഓഫ് മൗത്ത് നമ്മൾ പറയും. ദാറ്റ് ഈസ് ലൈക്ക് ആൾക്കാർ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്, ഇപ്പം ഒരു റെസ്റ്റോറൻറ്റിന്റെ കാര്യം പറയാം. ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ പോയി, നിങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റിന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4-5 ഫ്രണ്ട്സിനെ മിനിമം പറയും അവിടെ ഫുഡ് നല്ലതാണ്, അവിടെ പോയി, ബിക്കോസ് യു ലൈക്ക് ഇറ്റ്. സോ അത് വേർഡ് ഓഫ് മൗത്ത് ആണ്. സോ ബേസിക്കലി പ്രൊമോഷൻ പെയ്ഡും ആവാം, ഫ്രീ ആവാം. നിങ്ങളൊരു നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഭയങ്കര ഇതാണ്, നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു, നല്ല സെക്ഷൻ ആയിരുന്നു, ആ ഒരു ഫീലിങ്സ് നമ്മൾ ഷെയർ ചെയ്യും. സോ ദാറ്റ് ഈസ് പ്രൊമോഷൻ ചെയ്യുന്ന ഫസ്റ്റ്. മാർക്കറ്റിങ്ങിനകത്ത് ഫസ്റ്റ് പ്രൊമോഷൻ ചെയ്യും. ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിനകത്ത് ആ പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡായി മാറും. ബ്രാൻഡിങ് ആണ്. ഓക്കെ, ഈ ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ജസ്റ്റ് ഫോർ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഒരു പേസ്റ്റ് എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ബ്രാൻഡ് നെയിം? സോ
ബ്രാൻഡിങ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സാധനമാണ് വരുന്നത്. വൺസ് പ്രൊമോഷൻ ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തേർഡ് സാധനം നടക്കും. ദാറ്റ് ഇസ് സോ മാർക്കറ്റിംഗ് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ആക്ടിവിറ്റി. ഫസ്റ്റ് ഇസ്, സെക്കൻഡ് ഈസ് ബ്രാൻഡിങ്, തേർഡ് ഈസ് ഈ മൂന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ്. ക്ലിയർ? സോ മാർക്കറ്റിംഗിന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ മൂന്ന് സാധനത്തിനെ ആയിരിക്കും എങ്ങനെയാണ് ഒരു ബിസിനസ്സിനകത്തോട്ട് ഒരു കമ്പൈൻ ചെയ്യുക, എങ്ങനെ പ്രൊമോഷൻ ചെയ്യുക, എങ്ങനെ ബ്രാൻഡിങ് ചെയ്യുക, എങ്ങനെ സെയിൽസ് കൂട്ടുക. ഇതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് മാർക്കറ്റിംഗ്. ഇനി മാർക്കറ്റിംഗിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തായിരിക്കും, ഈ മാർക്കറ്റിംഗിനകത്ത് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ ചെയ്യാൻ പോകും. മീൻസ് പ്രൊമോഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ ചെയ്യാൻ പോവാണ്, ബ്രാൻഡിങ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ചെയ്യാൻ പോവാണ്, സെയിൽസ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ഇറ്റ്സ് ഒരു മാർക്കറ്റിംഗിന്റെ ഒരു ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മുടെ പണ്ടത്തെ മാർക്കറ്റിംഗ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോയിന്നല്ല. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉണ്ട്. സോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചത്തുപോയിന്നല്ല. ടി വി ആഡ്സ് ഇപ്പോഴും കാണും, ബോർഡിംഗ് ഇപ്പോഴും കാണും, ന്യൂസ് പേപ്പറിന് ആഡ് ഇപ്പോഴും വരും. ബട്ട് സ്റ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രണ്ടുപേർക്കും ടുഗെദർ ആയിട്ടാണ് ഒരു ബ്രാൻഡിനെ ബിൽഡ്. സോ നമ്മുടെ റോൾ ഇവിടെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രൊമോഷൻ, എങ്ങനെ ബ്രാൻഡിങ് ചെയ്യും, ഒരു കമ്പനിക്ക് ഒരു ബിസിനസ്സിന് എങ്ങനെ സെയിൽസ് ജനറേറ്റ് ചെയ്യും, ഇതാണ് നമ്മൾ ഓവറോൾ നോക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം ഡിജിറ്റൽ ഡിസ്കസ് ചെയ്ത സെയിം സ്ലൈഡ് ആണ്. മാർക്കറ്റിംഗ് ഇസ് ഓൾ അബൌട്ട് 3 മേജർ തിങ്: പ്രൊമോഷൻ, ബ്രാൻഡിങ് ആൻഡ് സെയിൽസ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ട്രഡീഷണൽ വേഴ്സസ് ഡിജിറ്റൽ. പണ്ട് എന്തായിരുന്നു, ഇപ്പൊ എന്താണ്, ഡിജിറ്റൽ അതിലെങ്ങനെ നമ്മൾ. സോ പണ്ട് ഫ്ലയേഴ്സ് ആയിരുന്നു. ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എന്താ പറയുന്നത്, കോളേജിലുള്ള എക്സാം എല്ലാം തീർത്തിട്ട് ഇറങ്ങുന്ന ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അവരുടെ ഫ്ലയേഴ്സ് നെക്സ്റ്റ് എന്താണ്, +2 ചെയ്ത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്ത് ഫൈനൽ ഡേ എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അല്ലെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂസ് പേപ്പേഴ്സിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്ലയേഴ്സ് വീട്ടിലേക്ക് വരും, സൂപ്പർ മാർക്കറ്റ് ഇത് ഓഫർ. അതിലായിരുന്നു പണ്ട് ലൈക് ട്രഡീഷണൽ മാർക്കറ്റിംഗിനകത്ത് നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സെയിം സാധനം സോഷ്യൽ മീഡിയയിൽ ഒരു ബാനർ ആഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആൾക്കാർ ഓരോ ആൾക്ക് അവരുടെ ഇൻട്രസ്റ്റിന്റെ പ്രകാരം നമ്മളൊരു ബാനർ കാണിക്കും, ആഡ് കാണിക്കും. ദാറ്റ്സ് ദ സോഷ്യൽ മീഡിയ ആഡ്. പണ്ടെല്ലാം ഡയറക്റ്റ് മെയിൽ ആയിരുന്നു, ആൾക്കാർ ഡയറക്റ്റ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത്, സെയിം സാധനം ഇമെയിൽ ത്രൂ ആണ് അവർ സെൻഡിങ് ഇമെയിൽസ്. പണ്ട് ടെലിമാർക്കറ്റിംഗിനകത്ത് ഒരാൾ ഇരുന്നിട്ട് എന്തായിരുന്നു ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ്, പ്രീ റെക്കോർഡഡ് കോൾ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഈ കസ്റ്റമർ കെയർ സർവീസസ് എന്താണ്, ഫസ്റ്റ് കോൾ IVRലായിരിക്കും, റെക്കോർഡഡ് ആയിരിക്കും. ദെൻ ഇപ്പം ഒരാളെ കിട്ടാൻ ഭയങ്കര പ്രയാസം. നിങ്ങൾക്കൊരു ജിയോയിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താ പറയുന്നത്, ഇവരുടെ ഈ കമ്പ്യൂട്ടറിനോട് സംസാരിച്ച് നമ്മൾ മടുക്കുക, എന്നാ പറഞ്ഞ ഫോട്ടോന്ന് പറഞ്ഞിട്ട് വേറെ പണി. ഓക്കെ, സോ IVR. പിന്നെ ഇപ്പം വാട്സാപ്പ് API, ഇതെല്ലാം ആണ് ഇപ്പൊ ടെലിമാർക്കറ്റിംഗിന്റെ ഒരു എന്താ പറയുന്നത് ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ലൈക്ക് ആൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് ഒരുവിധം ബിസിനസ്സസ്, വലിയ വലിയ ബിസിനസ്സസ് വാട്സാപ്പ് API ആണ്. ഇപ്പൊ നിങ്ങൾ ആമസോണിൽ ഒരു സാധനം വാങ്ങിക്കോ, ബില്ലിംഗ് അതിനകത്താണ് വരുന്നത്. മാക്സിൽ ഒരു സാധനം വാങ്ങിക്കോ, ബില്ലിംഗ് അതിനകത്ത്. വൈ ദേ ആർ ഡൂയിങ് ഇറ്റ്, ദേ വാണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് അതർ മെസ്സേജ് അതർ ദാൻ ബില്ലിംഗ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾ പോയാൽ മതി ഏതെങ്കിലും ബ്രാൻഡിലെ. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുവിധം ഈ മോൾസിനകത്തുള്ള എല്ലാ ഷോപ്പിനകത്ത് പോകുമ്പോൾ അവർ പറയും ബില്ല് മെസ്സേജ് ആയിട്ട് വരും. മെസ്സേജ് ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും, കറക്റ്റ് നമ്പർ കൊടുക്കും. കറക്റ്റ് നമ്പർ നിങ്ങൾ കൊടുത്താൽ എന്തായിരിക്കും, അടുത്ത മെസ്സേജ് അവർക്ക് അതുകൊണ്ട് എന്തായിരിക്കും ഈസിലി അയക്കാൻ പറ്റും. ഫസ്റ്റ് സെയിൽസ് മാത്രമല്ല, ഫ്യൂച്ചർ പ്രൊമോഷൻ ഓൾസോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ സെയിം ടൈം. ദെൻ പണ്ടെല്ലാം ബ്രോഡ്കാസ്റ്റ് മീഡിയ ആയിരുന്നു. മീൻസ് TV-യിൽ ഇരുന്നിട്ടായിരുന്നു നമ്മൾ പടം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ കാണുന്നത് OTT. സോ നമ്മൾ കുറച്ചും കൂടെ എന്താണ് OTT ഓറിയന്റഡ് ആയി. നമ്മളിപ്പോൾ OTT-ലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ കംസ് പണ്ടെല്ലാം പ്രിന്റ് ആഡ് ആയിരുന്നു. പ്രിന്റ് ആഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂസ് പേപ്പറിനകത്ത് ആഡ് അല്ലായിരുന്നു വന്നത്. ഇപ്പൊ നമ്മൾ എന്താണ്, വെബ്സൈറ്റ്, നല്ല ട്രാഫിക് ഉള്ള വെബ്സൈറ്റിനകത്ത് ഡിസ്പ്ലേ ആഡ് ആണ്. അതിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ്. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് പീപ്പിൾ വായിക്കുന്നതാണ്. മീൻസ് ഒരു 5000 സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5000 × 4 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര പേര് കണ്ട് വായിച്ചത്. എല്ലാവരും വായിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെല്ലാം പേപ്പർ വരുന്നതായിരിക്കും, നിങ്ങൾ പേപ്പറിൽ നിന്ന് വായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ആഡ് കാണുന്നുണ്ടോ? തുറക്കുന്ന പോലെ ഉണ്ടോന്ന് അറിയാം, അതാണ് സംശയം അവിടെ.
ഓക്കെ, ചിലപ്പോൾ അച്ഛനും അമ്മയും ചിലപ്പോൾ തുറക്കുന്നുണ്ടായിരിക്കും, നമ്മൾ തുറക്കുന്നുണ്ടായിരിക്കും. ബട്ട് അവരുടെ കാൽക്കുലേഷൻ എന്താണ്? ഒരു വീട്ടിൽ 4 പേരുണ്ട്, 5000 സർക്കുലേഷൻ ഉണ്ടെങ്കിൽ 5000 ഇൻറ്റു 4 ഇത്ര പേരായിരിക്കും നിങ്ങളുടെ. ഇതാണ് കമ്പനികൾക്ക് അവർ പിച്ച് ചെയ്യുക. ഇത്ര അതേ സെയിം സാധാരണ ടി വിയിൽ TRP ഇത്ര ചാനൽസിനകത്ത് ഇത് തുറന്നിട്ടുണ്ടായിരുന്നു. 8 മണി തൊട്ട് 9 മണി വരെ ഇത്ര വീട്ടുകളിൽ ഈ ചാനൽ ഓപ്പൺ ആയിരുന്നു. ഓക്കെ, ഇനി എത്ര പേരാണ് ആഡിന്റെ ടൈമിൽ അവിടെ ഇരുന്നിട്ട് ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ആഡ് വരുമ്പോൾ അടുത്ത ചാനലിലേക്ക് നമ്മൾ മാറും, അടുത്ത ചാനലിലേക്ക് മാറും. ഒരേ ടൈമിൽ രണ്ട് 3 ചാനൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കറക്റ്റ് അല്ലേ? പിന്നെ അതിന്റെ ഒരു കംപ്ലീറ്റ് ഇപ്പം സിറ്റുവേഷൻ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാല് OTT-യിലേക്ക് മാറി. നൗ ഇഫ് ദേ ഹാവ് ടു വാച്ച് സംതിങ്, ദേ ഡിസൈഡ് വെൻ ടു വാച്ച്, വെയർ ടു വാച്ച്. നോട്ട് ദ ഈ TV ഓപ്പറേറ്റേഴ്സ് അല്ല ഡിസൈഡ് ചെയ്യേണ്ട വൈകിട്ട് 6 മണി തൊട്ട് 10 മണി വരെ ഇരുന്ന്. നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് രാത്രി 11 മണി തൊട്ട് 1 മണി വരെ. സോ ദാറ്റ് ഇസ് ദ OTT പ്ലേറ്റ്ഫോംസ് ഓൺ, എന്താ പറയുന്നത്, OTT പ്ലേറ്റ്ഫോംസ് വരുന്നത് ഓൺ ടൈം ടെലിവിഷൻ. ദെൻ കംസ് റേഡിയോ ആഡ്സ്. ഇപ്പൊ റേഡിയോ ആഡ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് റേഡിയോയിലെല്ലാം നിങ്ങൾ ആഡ് കേട്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഇപ്പൊ എന്തായി മാറി? പോഡ്കാസ്റ്റ് ആയി മാറി. പോഡ്കാസ്റ്റ് എന്താണ്? ഓഡിയോ പ്ലേസസ് ആണ്, ഓഡിയോ പ്ലേറ്റ്ഫോംസ് ആണ്, വേർ യു ക്യാൻ എന്താ പറയുന്നത് ഓഡിയോയിൽ സംസാരിക്കാം. സോ ഓവറോൾ ഇപ്പൊ ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ തീരുന്നില്ല, മീൻസ് ദാറ്റ് വിൽ ബി ദെയർ. അതിന്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ചാനൽ കൂടെയാണ് വരുന്നത്. പിന്നെ ഓബിയസ്ലി ഡിജിറ്റലിന്റെ ഒരു ഡിമാൻഡ് കൂടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാല് പണ്ടത്തെ യൂസേഴ്സ്, ഇപ്പം ജസ്റ്റ് ടേക്ക് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ അച്ഛനോ അമ്മയും എത്ര ആക്റ്റീവ് ആണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പയർ ടു യു. സോ ന്യൂ ജനറേഷൻ, ന്യൂ യൂത്ത് വരുന്നത് അവർ കൂടുതൽ ഡിജിറ്റൽ ഓറിയന്റഡ് ആണ്. ഇപ്പം നമ്മുടെ അടുത്ത ജനറേഷൻ വരാൻ പോകുന്നത്, ഓക്കെ, മീൻസ് എൻ്റെ മക്കളെല്ലാം വരാൻ പോകുന്നത്, അവരെല്ലാം ഇപ്പോഴേ എന്താ പറയുന്നത് ജനിക്കുന്ന മുതൽ തന്നെ അവർ ഇതിനെ പറ്റിയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു ഷോപ്പിംഗ് ബിഹേവിയർ ഓർത്ത് നോക്കിയോ, 16, 17, 18 വയസ്സാവുന്ന സമയത്ത് അവരുടെ ഒരു ബിഹേവിയർ എന്തായിരിക്കും? അവർ ചിലപ്പോൾ കടയിലേക്ക് പോകത്ത് പോലും ഇല്ലായിരിക്കും. എവറിത്തിങ് വിൽ ബി ഓൺലൈൻ. ഇപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് കടയിലേക്ക് പോകുന്നുണ്ട്, നോക്കുന്നുണ്ട്, ടച്ച് വേണം, ഫീല് വേണം. ബട്ട് അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ് മാറുന്നത്? ബിക്കോസ് ആ ജനറേഷൻ മാറുന്നുണ്ട്. ഓക്കെ, സോ അവർ ചിലപ്പം ഒരു ഇൻഫ്ലുവൻസർ പറയുന്നതായിരിക്കും അവർ കേൾക്കാൻ പോകുന്നത്. മോഹൻലാൽ മമ്മൂട്ടി പറയുന്നതൊന്നും കേൾക്കൂലായിരിക്കും. ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ, ചെറിയ ഇൻഫ്ലുവൻസർ പറയുന്നതായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ സ്പെസിഫിക് അവരുടെ ഒരു പർട്ടിക്കുലർ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം മാറുന്നതാണ് ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ സെക്ഷനകത്ത്. ട്രഡീഷണൽ വിൽ ബി സ്റ്റിൽ ദെയർ ടു മേക്ക് യു ലൈക്ക് ഒരു ബ്രാൻഡിങ് പോലെ ഫീൽ ആക്കാനും ഒരു മാസ് ആൾക്കാരെ എത്തിക്കാനും. ഡിജിറ്റൽ ഈസ് മോർ ഇൻ ടു എന്താ പറയുന്നത് കുറച്ചും കൂടി ടാർഗറ്റഡ് ഓഡിയൻസ്, വെരി ഫോക്കസ്, പിന്നെ നമ്പർ ഓറിയന്റഡ്. നമ്പർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രഡീഷണലിനകത്ത് എവറിത്തിങ് ഇസ് ലൈക്ക് അസംഷൻ ബേസ്ഡ് ആണ്. ഇത്ര സർക്കുലേഷൻ ഉണ്ട്, ഇത്ര പേര് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, പേപ്പർ എത്ര പേരെ വായിക്കും? വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ എത്ര പേര് ആ പേപ്പർ വായിക്കുന്നത്? ദാറ്റ് ഇസ് ദ റോങ് നമ്പർ ആയി. ബട്ട് ഡിജിറ്റലിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് ഓരോ നമ്പേഴ്സിനെ ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് ദീസ് നമ്പേഴ്സ് കം വിത്ത് യുവർ IP അഡ്രസ്, യുവർ എന്താ പറയുന്നത് ഓരോ ആൾ ഓരോ ഫോണിൽ അല്ലെങ്കിൽ ഓരോ ലാപ്ടോപ്പിനകത്തായിരിക്കും കാണുക. ഓരോ ഡിവൈസിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻസ് ഉണ്ട്. സോ ആ ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര പേരാ വന്നത്, എത്ര ആൾക്കാരാ വന്നത്, എത്ര നേരമാണ് കണ്ടത്, എത്ര നേരം എൻ്റെ വെബ്സൈറ്റിനകത്ത് ഇരുന്നത്, എൻ്റെ വെബ്സൈറ്റിൽ ഏതേത് പേജ് വിസിറ്റ് ചെയ്ത്. സോ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കസ്റ്റമൈസ്ഡ്. അതിന്റെ ബേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? വീണ്ടും അവരെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാമിനകത്ത് വരുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ ബിഹേവിയർ അനുസരിച്ചാണ് വരുന്നത്, അല്ലാതെ ഇൻസ്റ്റാഗ്രാമിന് തോന്നുന്ന പോലെ അല്ല. നിങ്ങൾ അഗൈൻ ഗോ ടു യൂട്യൂബ്. യൂട്യൂബിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഫീഡ് നിങ്ങളുടെ ബിഹേവിയറിന്റെ ബേസാണ്. ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ്, അല്ലെ ഏത് ടൈപ്പ് ഓഫ് ചാനൽസിനെയാണ് നിങ്ങൾ കൂടുതൽ വീഡിയോ കണ്ടേക്കുന്നത്, ആ ചാനൽസിന്റെ വീഡിയോ ആയിരിക്കും. അല്ലാതെ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവർക്ക് തോന്നുന്ന സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേലും കൂടെ നോക്കിയിട്ടായിരിക്കും. അതെങ്ങനെ അവർക്ക് മനസ്സിലാവുന്നത്? ഒരു വട്ടം കാണിച്ച് നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത്, വീണ്ടും കാണിച്ച് വീണ്ടും ഇന്ററാക്ട് ചെയ്ത്. സോ അവർക്ക് മനസ്സിലായി ഇത് എന്താ സംഭവം എന്താണ്. സോ ഒരുവിധം ക്ലിയർ ആയില്ലേ ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് 7 pillars ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് വരുന്നത് എന്തൊക്കെ സെഗ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ, അതാണ് നമ്മൾ നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. ടേക്ക് യു ടു ഡിജിറ്റലിന്റെ താഴോട്ട് ഞാൻ വരുവാണ്. ഓക്കെ, ഇവിടുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ നമ്മൾ 2 ആയിട്ട് ഇപ്പം ബ്രേക്ക് ചെയ്യാണ്, പിന്നെ നമുക്ക് വേറെ ബ്രേക്ക് ചെയ്താണ് പോകും. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 മേജർ
പ്ലാറ്റ്ഫോംസ് ആണ് ഈ ട്രാഫിക്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാഫിക്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബേസിക്കലി അതും കൂടെ എഴുതാം. സോ നമ്മൾ ട്രാഫിക് വേണം. സോ ട്രാഫിക്കിന് വേണ്ടി നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിനകത്ത് നമ്മൾ എന്താ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് എന്നാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ ട്രാഫിക് ഉണ്ടാകും. സോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ അറിയാം 3 സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത്: പ്രൊമോഷൻ, ബ്രാൻഡിങ് ആൻഡ് സെയിൽസ്. ഈ 3 പർപ്പസിലാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ട്രാഫിക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഏത് പ്ലാറ്റ്ഫോമിനകത്താണ് നമുക്ക് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാഫിക് ജനറേറ്റ് ആവുന്നത് സെർച്ച് ഇഞ്ചിൻ ത്രൂ ആണ്. സെർച്ച് ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ, യാഹു, ബിങ്, യാൻഡെക്സ്, ഇതെല്ലാം സെർച്ച് ഇഞ്ചിൻ ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് സെർച്ച് ചെയ്യുന്ന സാധനമാണ് സെർച്ച് ഇഞ്ചിൻ. ഓക്കെ, സോ സെർച്ച് ഇഞ്ചിനകത്തായിരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും നമുക്കിപ്പോൾ പെയിൻ പോയിന്റ് ഉണ്ട്, ഇപ്പം നമുക്കൊരു ടിക്കറ്റ് വേണം, നമുക്കൊരു എന്താ സാധനം, ഒരു കാറ് വാങ്ങണം, അതിനെപ്പറ്റി ഒരു എന്ത് സാധനമാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ആ ഒരു പെർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലമാണ് സെർച്ച്. സെക്കൻഡ് ചാനൽ വരുന്നതാണ് സോഷ്യൽ മീഡിയ. ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്താ ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ടായിട്ട് എനിക്ക് കണക്ട് ചെയ്യാനും ഞാൻ ചെയ്യുന്ന സാധനം എൻ്റെ ഫ്രണ്ടിനെ അറിയിപ്പിക്കാനും ഒരു കമ്മ്യൂണിറ്റി, ഹ്യൂമൻസിൻ്റെ ഒരു ബിഹേവിയർ ആണ് കമ്മ്യൂണിറ്റി ആണെന്നാണ്. നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് ലിവ് ചെയ്യുന്നത്. സോ കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ മീഡിയ. സോ സോഷ്യൽ മീഡിയ എന്തായിരിക്കും? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ, സ്നാപ്ചാറ്റ്, മൾട്ടിപ്പിൾ, ബേസ്ഡ് ഓൺ യുവർ ഏജ്, യുവർ ജെൻഡർ, യുവർ പ്രിഫറൻസ്, യു പിക്ക് എ ചാനൽ. മോസ്റ്റ്ലി നമ്മുടെ ഫ്രണ്ട്സ് എവിടെയാണ് അവിടെ ആയിരിക്കും. ഇപ്പം നിങ്ങളെല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ബിക്കോസ് യു ആൾ ആർ യൂത്ത് ആണ്. ബട്ട് അതേ ടൈമിൽ നിങ്ങളുടെ പാരൻസിനോ എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടാവും, ബിക്കോസ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഫേസ്ബുക്കിനകത്താണ് ആക്റ്റീവ്, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ല. സോ അവർ ഫേസ്ബുക്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്താണ്. ഇനിയിപ്പം കുറച്ചും കൂടെ ന്യൂ ഇയർ ജനിലേക്ക് പോവുകയാണെങ്കിൽ അവർ സ്നാപ്പിലാണ് ആക്റ്റീവ്, സ്നാപ്ചാറ്റിലാണ്. സോ ഇത് ഓരോ ഏജ് ഗ്രൂപ്പ്. കമ്മിങ് ബാക്ക് ടു ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സോഴ്സ് ആണ് സെർച്ച് ഇഞ്ചിൻ, രണ്ടാമത്തെ സോഴ്സ് ആണ് സോഷ്യൽ മീഡിയ. ഇത് കൂടാതെ ഡയറക്റ്റ് ടു കസ്റ്റമർ എത്തുന്ന ഒരുപാട് ട്രാഫിക് സോഴ്സസ്, ഡയറക്റ്റ് ടു കസ്റ്റമർ എത്തുന്ന D2C എന്ന് നമ്മൾ പറയും. ഡയറക്റ്റ് ടു കസ്റ്റമർ എത്തുന്ന ലൈക്ക് വാട്സാപ്പ്, SMS, ഇമെയിൽ, ഇതെല്ലാം ഡയറക്റ്റ് ടു കസ്റ്റമർ ആണ് ഞാൻ അയക്കുന്നത്. ഈ ഡാറ്റ അവരുടെ ഉള്ള ഫോൺ കോൾ, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെയാണ് കണക്ട്. ദാറ്റ് പെർട്ടിക്കുലർ സെഗ്മെന്റ്സ് ആണ് D2C വരുന്നത്, ഡയറക്റ്റ് ടു കസ്റ്റമർ. പിന്നെ നമുക്ക് ട്രാഫിക് സോഴ്സസ് വരാൻ പോകുന്നത് അതർ ട്രാഫിക് സോഴ്സസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സെർച്ച് ഇഞ്ചിനെ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്യാം. ഈ സെർച്ച് ഇഞ്ചിനകത്ത് ആക്ച്വലി നമുക്ക് 2 ടൈപ്പ് ഓഫ് അതുണ്ട് സെർച്ച് ഇഞ്ചിനകത്ത്. ഒന്ന് പെയ്ഡ്, പൈസ കൊടുത്തിട്ടുള്ള, ഒന്ന് ഓർഗാനിക്. ഓക്കെ, സോ ഈ പൈസ കൊടുത്തുള്ള പരിപാടിനെ നമ്മൾ പറയുന്നത് സെർച്ച് ഇഞ്ചിൻ മാർക്കറ്റിംഗിന് പറയും. അതേ ടൈമിൽ പൈസ കൊടുക്കാത്ത പരിപാടിനെയാണ് നമ്മൾ പറയുന്നത് സെർച്ച് ഇഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, SEO എന്ന് പറയും. സോ പൈസ കൊടുക്കാതെ സെർച്ച് ഇഞ്ചിനകത്ത് നമ്മൾ റാങ്ക് ചെയ്യുന്നത്, നമ്മളൊരു വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യുന്നത്, അല്ലെ പിന്നെ ഇങ്ങനെ പറയാം, നമുക്കൊരു ട്രാഫിക് കൊണ്ടുവരുന്നത്, പൈസ കൊടുക്കാതെ സെർച്ച് ഇഞ്ചിൻ ത്രൂ ട്രാഫിക് കൊണ്ടുവരുന്നതിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സെർച്ച് ഇഞ്ചിൻ. അതേ ടൈമിൽ പൈസ കൊടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരുന്ന പരിപാടിനെയാണ് പറയുന്നത് സെർച്ച് ഇഞ്ചിൻ മാർക്കറ്റിംഗ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തായിരിക്കും? പെയ്ഡ് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. ഓക്കെ, സോ പെയ്ഡ് വരുന്ന സാധനം നമ്മൾ പറയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഓർഗാനിക്കിന് പറയാം സോഷ്യൽ മീഡിയ ഓപ്റ്റിമൈസേഷൻ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ സ്പോൺസേർഡ് ആഡിന് കാണിക്കുന്നത്. സ്പോൺസേർഡ് കണ്ടിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ സ്പോൺസേർഡിന് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഇതെല്ലാം സ്പോൺസേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. SMO സോഷ്യൽ മീഡിയ ഓപ്റ്റിമൈസേഷൻ എന്താണ്? ഫ്രീ ആണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഫ്രീ ചെയ്യാൻ പറ്റും? പോസ്റ്റ് ഇടാം, ഗ്രൂപ്പിനകത്ത് ചാറ്റ് ചെയ്യാം, DM ഇടാം, സ്റ്റോറി ഇടാം, ലൈവ് പോവാ. ഇതിനൊന്നും നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് പൈസ കൊടുക്കേണ്ട ആവശ്യം. ഓക്കെ, ബട്ട് അതേ ടൈമിൽ നമ്മൾ പറയാണ് എനിക്ക് 18 വയസ്സ് മുതൽ 24 വയസ്സുള്ള ഫീമെയിൽസിനെ മാത്രം കണ്ടന്റ് കാണിച്ചാൽ മതി. ഇങ്ങനെ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് ആഡ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ, പൈസ കൊടുക്കണം. അവർക്ക് പൈസ കൊടുത്താൽ മാത്രമേ അവർ ഇവരെ കാണിക്കൂ. അല്ലെ പിന്നെ നിങ്ങളുടെ കണ്ടന്റ് എന്തായിരിക്കും? അങ്ങനത്തെ കണ്ടന്റ് ആണ്. ഇപ്പൊ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് സെയിം ആണ്, ഫീമെയിൽ 18 to 24 ഫീമെയിൽ മാത്രമാണ് എൻ്റെ കണ്ടന്റ്. ബട്ട് എനിക്ക് പൈസ ഇല്ല കൊടുക്കാൻ.
സോ ഞാൻ എന്താ ചെയ്യും, ഇടാൻ പോകുന്ന കണ്ടന്റ് അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഈവൻ ദോ വേറെ ആൾക്കാരും വന്ന് കാണും, ബട്ട് 80% ആരായിരിക്കും വരാൻ പോകുന്നത്, അവരെന്നെ. ഇപ്പൊ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് ഐ സ്റ്റാർട്ടഡ് എ ബ്യൂട്ടി ടിപ്സ് ഫോർ ടീനേജേഴ്സ്. ബ്യൂട്ടി ടിപ്സ് ഫോർ ടീനേജേഴ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു 50 വയസ്സിന്റെ ലേഡി വന്ന് അത് വാച്ച് ചെയ്യണമെന്നില്ല, ആ വീഡിയോസ് വാച്ച് ചെയ്യണമെന്നില്ല, മേല് വന്നിട്ട് വീഡിയോ വാച്ച് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ എന്റെ മൊത്തം ഇൻസ്റ്റാഗ്രാമിന്റെ കോണ്ടന്റ് ഇപ്പൊ ഞാൻ 100, 200, 500 വീഡിയോ ചെയ്തിട്ടുള്ളത്, എവറിഥിങ് ഇസ് വെരി ടാർഗറ്റഡ് ടു ആർ. സോ ടാർഗറ്റ് മനസ്സിലായ. സോ നമ്മൾ ബേസിക്കലി ഇപ്പൊ സോഷ്യൽ മീഡിയ ഓർഗാനിക്കലി നമ്മൾ ആ ഓഡിയൻസിനെ എങ്ങനെ എത്തുക, അതിന്റെ റിലേറ്റഡ് അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റാ വേണം, ആ ടൈപ്പ് ഓഫ് അങ്ങനെ മാത്രമേ എനിക്ക് ഓർഗാനിക്കലി എത്താൻ പറ്റുള്ളൂ. ബട്ട് വെരി ടാർഗറ്റ്, ഞാൻ എല്ലാവരും ടാർഗറ്റ്, ബട്ട് സ്പെസിഫിക് ഓഡിയൻസിന് മാത്രം എത്തിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണം? സി, രണ്ട് സാധനം ഇപ്പൊ നമ്മൾ ഇത് ഈ പർട്ടിക്കുലർ സെക്ഷൻസിനെ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടികളെ നമ്മൾ കുറച്ചും കൂടെ ഒരു സ്പെസിഫിക് നെയിം കൊടുക്കും, പെർഫോമൻസ് വേർ മണി ഇൻവോൾവ്. സോ ഒന്ന് മണി ഉണ്ടായിരിക്കും, ഒന്ന് KPI ഉണ്ടായിരിക്കും. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഞാൻ പൈസ ഇടുവാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് റിട്ടേണിൽ കിട്ടണ്ടേ. ഒന്നെങ്കിൽ ഇത്ര വ്യൂ കിട്ടണം, അല്ലെ ഇത്ര ലൈക്ക് കിട്ടണം, അല്ലെ ഇത്ര സെൽസ് കിട്ടണം, എന്തെങ്കിലും കിട്ടണ്ടേ, ഞാൻ പൈസ ഇടുന്നുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ദ KPI. സോ പെർഫോമൻസ് മാർക്കറ്റിംഗ് കുറച്ചും കൂടെ വെൻ മണി ഇൻവോൾവ് KPI ട്രാക്ക് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ പെർഫോമൻസ്. സോ ബേസിക്കലി ഇപ്പൊ ഞാൻ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ് ഇത്, തേർഡ് ഇത്. തേർഡിനകത്ത് തന്നെ ഇത് 3.1 3.2 ആണ് വന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബേസിക്കലി D2Cനകത്ത് നമ്മൾ പോകുന്ന സമയത്ത് D2C നമ്മൾ ഓൾറെഡി പറഞ്ഞ്, ബേസിക്കലി D2Cനകത്ത് വരാൻ പോകുന്ന സാധനങ്ങൾ ഒന്ന് വാട്സാപ്പ്, SMS, ഇമെയിൽ, ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും നമുക്ക് ബേസിക്കലി വരാൻ പോകുന്നത് D2C സെക്ഷൻ, ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ്. ഈ ട്രാഫിക് അല്ലാതെ നമുക്ക് ഒരുപാട് അതർ ട്രാഫിക് സോഴ്സസ് ഉണ്ട്. ഓക്കെ, അതർ ട്രാഫിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈവൻ ദോ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ചെയ്യാൻ പോകുന്നത് ആഡ്, ബട്ട് ഇൻഫ്ലുവൻസറിന്റെ അക്കൗണ്ട് ത്രൂ ആണ് ചെയ്യാൻ പോകുന്നത്. മീൻസ് അയാൾക്ക് ഓൾറെഡി ഒരു 10,000 ബേസ് ഉണ്ടാവും, 10,000 ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കമ്പനി അയാൾക്ക് പൈസ കൊടുക്കുന്നത്, ഇന്ന് ഒരു 5,000 എടുക്കുക, ഒരു വീഡിയോ എനിക്ക് ചെയ്തിട്ടാ. ദാറ്റ് ഈസ് ദ അതർ ട്രാഫിക് സോഴ്സ്. അയാളെ കണ്ടിട്ട് ആൾക്കാർ വരും, ഈവൻ ദോ അതെന്താണ് സോഷ്യൽ മീഡിയ ആണ്, ബട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്താണ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അതേപോലെ തന്നെ നമ്മൾ മീഡിയ ബൈങ് ചെയ്യും. മീഡിയ ബൈങ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിനകത്ത് എവറി ഡേ 1,00,000 പേര് വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യും, എൻ്റെ വെബ്സൈറ്റിനകത്ത് ഒരു ബാനറിന് സ്പേസ് വെക്കും. ആ ബാനറിന്റെ സ്പേസ് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വന്നിട്ട് വാങ്ങാം. സോ ദാറ്റ് ഈസ് എന്താണ് മീഡിയ ബൈങ്ങിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, യൂട്യൂബ് ചാനലിനകത്ത് സ്പോൺസേർഡ് ആഡ് കാണിക്കാൻ വേണ്ടി എടുക്കാം, ആഡ് ആവാം. സ്പോൺസേർഡ് ആഡ് എടുക്കാം, സ്പോൺസർ ആഡ്സ് ആയിട്ട് എടുക്കാം. ഇതെല്ലാം എന്തായിരിക്കും, അത് ട്രാഫിക് സോഴ്സസ് ആണ്. പിന്നെ അതർ ട്രാഫിക് സോഴ്സസിനകത്ത് വരുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ യു വർക്ക് ആസ് എ മീഡിയേറ്റർ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു കമ്പനി ഉണ്ടാവും, കസ്റ്റമർ ഉണ്ടാവും. നിങ്ങൾ എന്താ നടുക്ക് നിന്നിട്ട് കസ്റ്റമറിനെ കമ്പനീനെ കൂട്ടിട്ട് കൊടുക്കുന്നതാണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രോക്കർ പോലെ. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടായിരിക്കും. സെയിൽസ് നടന്നാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഇഗെയിൻ ഈ ട്രാഫിക്, ഇപ്പം ഞാനൊരു ബിസിനസ് ഓണറാണ്, എനിക്കൊരാൾ വന്ന് പറയാണ് ഞാൻ നിങ്ങൾക്ക് നാളെ എല്ലാ ദിവസവും ഓരോ കുട്ടികളെ ഞാനിവിടെ വാക്കിൻസ് പറഞ്ഞുതരാം, അഡ്മിഷൻ വന്നാൽ നിങ്ങൾ എന്തെങ്കിലും കമ്മീഷൻ തരുമോ? കൊടുക്കാം. ബിക്കോസ് അഡ്മിഷൻ വന്നു കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കമ്മിറ്റ്മെന്റ് വരുന്നുള്ളൂ. അഡ്മിഷൻ വരാതെ എനിക്ക് കൊടുക്കണമെന്ന് പറയുന്നില്ലല്ലോ അയാൾ. സോ ദാറ്റ് ഈസ് ദ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിനകത്തെല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അൺബോക്സിംഗ് വീഡിയോസ് ആൾക്കാർ ചെയ്യാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇവർ ഈ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്? ആൾക്കാർ കാണുന്നതുകൊണ്ട് മാത്രമല്ല, കാണുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ആഡ് റവന്യൂ കിട്ടുന്നുണ്ട്, അത് ഓക്കെ. അത് കൂടാതെ അവർ പറയും ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ കോൾ ടു ആക്ഷൻ എൻഡ് ചെയ്യുക. ഏത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. സോ ആ പറയുന്ന സാധനം അവർ ആ വിടുന്ന ലിങ്ക് ഇല്ലേ, അത് ആക്ച്വലി അവരുടെ കമ്മീഷൻ ബേസ്ഡ് ലിങ്ക്. സോ നിങ്ങൾ പോയി അതുകൊണ്ട് വാങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. ദാറ്റ് ഈസ് ദ അഫിലിയേറ്റ് കമ്മീഷൻ.
അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ മൊത്തം നിങ്ങൾ യൂട്യൂബിനകത്ത് കയറി നോക്കിയോ, ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോണിനകത്ത് കണ്ട് നല്ല രസമായിരുന്നു, ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ട്, ഒരു ലേഡിയാണ് കിച്ചൺ റിലേറ്റഡ് പ്രൊഡക്റ്റ് വീഡിയോ ചെയ്തത്, ഭയങ്കര ഹിറ്റാണ്. ദാറ്റ് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു വേർഷൻ ആണ്. പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം ട്രാഫിക് സോഴ്സ് ആണ്. ആ വെബ്സൈറ്റിലേക്ക് അവർ ട്രാഫിക് എത്തിച്ചല്ലോ, ബട്ട് അവരെങ്ങനെ എത്തിച്ചത് വരെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കും യൂസ് ചെയ്തത്, ബട്ട് സ്റ്റിൽ അയാളാണ് എത്തിച്ചത്, ഞാനല്ല. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ത്രൂ അല്ല എത്തിച്ചത്, അയാളുടെ സോഷ്യൽ മീഡിയ. സോ ദാറ്റ് ഇസ് ദ അതർ ട്രാഫിക് സോഴ്സിനകത്ത് വരുന്ന സെക്ഷൻസ് ആണ്. സോ വെൻ വി ടോക്ക് അബൌട്ട് പില്ലേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ആദ്യം നമുക്ക് എന്താ വേണ്ടേ, ഒരു റെന്റിൽ സ്ഥലം വേണം. ഫസ്റ്റ് സാധനം എന്താണ് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, ഒരു സ്പേസ് വേണേ, സാധനം വെക്കാൻ സ്ഥലം വേണ്ടേ. ഇപ്പം ഡിജിറ്റലില് എനിക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം വേണ്ട എന്താണ്, ഡിജിറ്റലിൽ ഒരു സ്ഥലം വേണം. സോ ഡിജിറ്റലിൽ 2 ടൈപ്പ് ഓഫ് സ്ഥലം നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന് സ്വന്തം സ്ഥലം, ഞാൻ തന്നെ സ്വന്തം സ്റ്റോർ വാങ്ങി അവിടെ സെറ്റപ്പ് ചെയ്യാം. അല്ല എന്താ ചെയ്യും, ഞാൻ റെന്റ്. ഈ റെന്റ് എടുക്കുന്ന സാധനമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പേജ് ഉണ്ടാക്കും. അപ്പൊ എനിക്കൊരു കേക്ക് ബിസിനസ് ആണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് പോയിട്ട് ഒരു കേക്ക് ബിസിനസിന്റെ പേജ് ഉണ്ടാക്കി, ദാറ്റ് ഇസ് ഐ എം റെന്റ്. ബട്ട് അതേ ടൈമില് ഞാൻ ഒരു സ്വന്തമായിട്ട് ഒരു കേക്ക് വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കി. സോ അതെന്താണ്, റിയൽ ബിസിനസ് ആണ്. ഞാൻ തന്നെ പ്രോപ്പർട്ടി വാങ്ങി, ഞാൻ തന്നെ ഡൊമൈൻ വാങ്ങി, ഞാൻ തന്നെ ഹോസ്റ്റിംഗ് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ബിസിനസ് സെറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. 7 പില്ലേഴ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലർ എന്താണ്, നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ ഒരു ഡിജിറ്റൽ സ്പേസ് ഉണ്ടാവണം. നിങ്ങൾ ഒരു കസ്റ്റമറിനെ വിളിക്കുകയാണെങ്കിൽ എവിടെയാണ് വിളിക്കേണ്ടത്, റോഡിൽ വിളിക്കാൻ പറ്റൂലല്ലോ, ഒരു സ്ഥലം വേണ്ടേ, എവിടെയാണ് നിങ്ങൾ മീറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് യുവർ ഡിസിഷൻ. സെക്കൻഡ്, ഓക്കെ സ്ഥലം റെഡി, എവിടെയാണ് ആള് വരാൻ പോകുന്നത്, ഇനി എങ്ങനെ കൊണ്ടുവരും, അതാണ് നമ്മളിപ്പം ഡ്രോ ചെയ്തിട്ട് കണ്ടത്. നമ്മൾ സെർച്ച് എഞ്ചിൻ വഴി ആൾക്കാരെ കൊണ്ടുവരും. സോ സെർച്ച് എഞ്ചിൻ വഴി ആൾക്കാരെ കൊണ്ടുവരുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, SEO ചെയ്യാം. ഓക്കെ, പിന്നെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ കൊണ്ടുവരും. തേർഡ്, പെയ്ഡ് ആഡ്സ്, പൈസ കൊടുത്തിട്ട് കൊണ്ടുവരും. സോ പൈസ കൊടുത്തിട്ട് നമുക്ക് സെർച്ച് എഞ്ചിനിലും കൊണ്ടുവരാം, സോഷ്യൽ മീഡിയയിലും കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ പൈസ കൊടുക്കുന്നതിന് എല്ലാത്തിനും നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗിന് പറഞ്ഞു. സോ PM നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, കോണ്ടന്റ് മാർക്കറ്റിംഗ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ തന്ന്, നിങ്ങളൊരു എന്താ പറയുക, യങ്സ്റ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ബ്യൂട്ടി ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്, അവരായിരിക്കും അത് ത്രൂ വരാൻ പോകും. സോ ദാറ്റ് ഈസ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. പിന്നെ ഡാറ്റ അനാലിറ്റിക്സ്, ഈ വരുന്ന ആൾക്കാരുടെ ഡാറ്റ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും പ്ലാറ്റ്ഫോം. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, ഓക്കെ ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുവാണെങ്കിൽ എന്റെ അനാലിറ്റിക്സിനകത്ത് കാണിക്കും ഇത്ര പേരാണ് വന്നേക്കുന്നത്. എനിക്ക് മനസ്സിലാവും, ഓ എന്റെ ഓഡിയൻസ് ഈ ഏജ് ഗ്രൂപ്പിലാണ്, എനിക്ക് കൂടുതൽ കണ്ടന്റ് ആ ഓഡിയൻസിന് വേണ്ടി ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്, ആ ഒരു നമ്പർ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയത്, ഓക്കെ ഇവരാണ് എന്റെ ഓഡിയൻസ്. ഈ ഡാറ്റ കിട്ടും, ആരാണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വന്നത്, ആരാണ് നമ്മുടെ സാധനം വാങ്ങുന്നത്, ആരാണ് നമ്മളോട് എൻഗേജ് ചെയ്യുന്നത്, ആരാണ് നമുക്ക് കമന്റ് ചെയ്യുന്നത്, അവരുടെ ബേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷൻ എടുക്കും. ദെൻ കംസ് ഓട്ടോമേഷൻ. ഡിജിറ്റലിനകത്ത് ഓട്ടോമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റലിനകത്ത് എവ്രി വൺ ഈസ് എന്താ പറയുന്നത്, ഇപ്പം തന്നെ അവർക്ക് അതിനെ പറ്റി ഡീറ്റെയിൽസ് വേണം. എവ്രി വൺ ലുക്കിംഗ് ഫോർ ഇൻസ്റ്റന്റ് റെസ്പോൺസ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു അടുത്ത് ചാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ അയക്കുകയാണെങ്കിൽ അന്നേരത്തിന് അയാൾ വേറെ 4 സ്ഥലത്ത് ഇട്ടിട്ട് റിപ്ലൈ എല്ലാം കഴിഞ്ഞ് കിട്ടി, എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നത്. സോ ബേസിക്കലി ഓട്ടോമേഷൻ ഹെൽപ്പേഴ്സ് ടു ഈ ബ്ലോക്കേജിനെ കംപ്ലീറ്റ് ചെയ്യാൻ എന്താ പറയുക, കുറയ്ക്കാൻ വേണ്ടിയാണ്. മീൻസ് ഇന്ന് എനിക്ക് ലീഡ് വന്ന് അന്നേരം തന്നെ എൻ്റെ മാർക്കറ്റിംഗ് ടീമിന് മെസ്സേജ് പോയി, അന്നേരം തന്നെ എൻ്റെ സെയിൽസ് ടീമിന് മെസ്സേജ് പോയി, അന്നേരം തന്നെ എൻ്റെ ഡയറക്ടറിന് മെസ്സേജ് പോയി, അന്നേരം തന്നെ എനിക്ക് കോർഡിനേറ്ററിന് മെസ്സേജ് പോയി, ഒരേ ടൈമിൽ 4 പേർക്ക് ഒരേ ടൈമിൽ വന്ന പാട് 4 പേര്. ഈ 4 പേരിൽ ആരാണ് ഫ്രീ, അന്നേരം തന്നെ അവരെ വിളിച്ച് അന്നേരം തന്നെ എന്തായി അവർ ആയിട്ടൊരു റിപ്ലൈ. ആരാണ് ആദ്യം വിളിക്കുക, ആരാണ് ആദ്യം നിങ്ങളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരുടെ കൂടെ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബിക്കോസ് ദാറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ. നമ്മൾ ഫസ്റ്റ് വിളിച്ച് സംസാരിക്കുന്ന ആളോടായിരിക്കും നമ്മൾ കുറച്ചും കൂടെ എന്തായിരിക്കുക, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. സോ ദാറ്റ് ഈസ് ഓട്ടോമേഷൻ ഹെൽപ്പേഴ്സ് ടു ഡു ദാറ്റ്. ഒരുപാട് ടാസ്ക് നമ്മൾ ഈ ഒരു ടാസ്ക് ചെയ്താൽ അതിന് കണക്റ്റഡ് 5 ടാസ്ക് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവും. സോ ദാറ്റ് ഈസ് നൗ ദ ബിഗ് തിങ്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എസ്പെഷ്യലി നമുക്ക് വന്നേക്കുന്നത് ജനറേറ്റീവ് AI. ജനറേറ്റീവ് AI ബേസിക്കലി എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ഫോക്കസ്ഡ് ആണ്. ഓക്കെ, എവറിഥിങ് കോണ്ടന്റ് റിലേറ്റഡ് ആണ് ഇപ്പം വന്നേക്കുന്ന AI മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ AI ഡിജിറ്റലിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇപ്പൊ കോണ്ടന്റ് റൈറ്റേഴ്സ് ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഇപ്പൊ എന്താ പറയുന്നത്, ഈ AI കണ്ടന്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ അതുകൊണ്ട്
ഇപ്പം ഒരുപാട് കണ്ടന്റ് വരാൻ തുടങ്ങി, ബട്ട് ക്വാളിറ്റി പോയി. ഞാൻ പറഞ്ഞ സാധനം തന്നെ ChatGPT വെച്ചിട്ട് അല്ലെങ്കിൽ AI വെച്ചിട്ട് വീണ്ടും അത് വേറെ ടൈപ്പിൽ പറയുകയാണ്. സോ ഒരു ഫ്രഷ്നെസ് വരുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് ഈ ജനറേറ്റീവ് AI വന്നുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഫ്രഷ് കണ്ടന്റിന്റെ ലാക്ക്. നമുക്ക് എങ്ങനെ ഫ്രഷ് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം? ഇപ്പം ഈ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ തന്നെ ഇവരും ഓൾറെഡി ഉള്ള ഡാറ്റയെ പഠിച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമുക്ക് ഫ്രഷ്നെസ്സിന്റെ ഒരു ഗ്യാപ്പ് അവിടെ. ബട്ട് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമുക്ക് ജനറേറ്റീവ് AI ഭയങ്കര യൂസ് കേസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് റിസർച്ച് ചെയ്യണം. റിസർച്ചിനകത്ത് ഒരാൾ ഇരുന്നിട്ട് റിസർച്ച് ചെയ്യുന്ന 10 മണിക്കൂർ ഒരു ദിവസം റിസർച്ച് ചെയ്യുന്ന സാധനം നമുക്ക് ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിലും 10 മിനിറ്റിലും നമുക്ക് അവിടെ നമ്മൾ ടൈം സേവ് ചെയ്തു. സോ നൗ വാട്ട് വി ക്യാൻ ഡു, ആ ടൈമിനെ അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് വേറെ പരിപാടിക്ക് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. വേറെ ഹ്യൂമൻ റിക്വയർമെന്റ് ഉള്ളിടത്ത് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്രിയേഷൻസിനകത്ത് നമുക്കത് എഫേർട്ട് കുറയ്ക്കാം, AI യൂസ് ചെയ്യാം, പ്ലാനിങ്ങിനകത്ത് യൂസ് ചെയ്യാം. സോ ആൾക്കാർ ഇപ്പം വരെ കൂടുതൽ യൂസ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേഷൻ അതാണ്, എഴുതാൻ വേണ്ടി അങ്ങനത്തെ സെക്ഷനാണ്. ബട്ട് അത് കൂടാതെ നമുക്ക് AI ഒരുപാട് യൂസ് ചെയ്യാം. സോ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമുക്കത് ആക്ച്വലി നമ്മുടെ ഒരു സ്വന്തം ഒരു എംപ്ലോയി പോലെയാണ്. ഓരോ ആൾക്ക് അവരുടെ കൂടെ നടക്കുന്ന പണിയെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു എംപ്ലോയി പോലെയാണ്. ഇഫ് യു നോ ഹൗ ടു യൂസ് ദം പ്രോപ്പർലി, എങ്ങനെ യൂസ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ എന്ത് പണിക്ക് വേണ്ടി യൂസ് ചെയ്യണം അതും അറിയുകയാണെങ്കിൽ ഇറ്റ്സ് എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഹെൽപ്പർ പോലെയാണ്. നമുക്കൊരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആണ് കൺസിഡർ ചെയ്യാം. സോ ഈ AI ഇൻഡസ്ട്രീനകത്ത് വന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ മാറിയിട്ടുണ്ട് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മാനുവലി ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇപ്പം AI വെച്ചിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവന്തോ നമ്മുടെ കോഴ്സിനകത്ത് AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നമ്മൾ പറയാറ്. ബിക്കോസ് ഓരോത്തിന്റെ 2 വേർഷൻ ഉണ്ട്. ഒന്ന് ജനറൽ വേർഷൻ, എങ്ങനെയായിരിക്കും നിങ്ങൾ ജനറലി ചെയ്യാം. ബട്ട് അത് ഇപ്പൊ AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ആദ്യം ബേസ് അറിയണം, എങ്ങനെയാണ് സംഭവം എന്താണ്, പിന്നെ അത് വെച്ചിട്ട് AI വെച്ചിട്ട് ചെയ്താൽ മതി. ബിക്കോസ് അത്ര നിങ്ങളുടെ ടൈം സേവ് ആവും അവിടെ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, നിങ്ങളുടെ റെസ്പോൺസ് ടൈം കുറയും. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എവിടെയാണ് റിസൾട്ട് ഓറിയന്റഡ് ടാസ്കുകൾ വേണ്ടത് അവിടെ നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് ചെയ്യണം. സോ നമ്മുടെ കോഴ്സിനകത്ത് ഓരോ മോഡ്യൂൾസിനകത്ത് അങ്ങനെ തന്നെയാണ്. എവിടെയാണ് AI ആവശ്യമുള്ളത് അവിടെ നമുക്ക് AI സെപ്പറേറ്റ് സെഷൻ തന്നെ കാണും, സെപ്പറേറ്റ് ഒരു യൂസ് കേസ് തന്നെ ഉണ്ടാവും. ഇത് പിന്നെ ആവശ്യമില്ല, ഇതും പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ബേസിക്കലി നമ്മൾ വൺസ് ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ജോബ്സ്, എങ്ങനെയായിരിക്കും ജോബിലേക്ക് അപ്ലൈ ചെയ്യും. സോ ഫസ്റ്റ് വൺ ഈസ് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സർവീസ് കൊടുക്കുന്ന കമ്പനികളുണ്ടായി. വേറെ കമ്പനികൾക്ക് ഇപ്പം ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, SEO ഒരു ടീം ഒരു മെമ്പർ ആയിരിക്കും, SEM ഒരു മെമ്പർ ആയിരിക്കും, SMM ഒരു മെമ്പർ ആയിരിക്കും, കോണ്ടന്റ് റൈറ്റർ ഒരു മെമ്പർ ആയിരിക്കും, ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു മെമ്പർ ആയിരിക്കും. അത്ര പേരെ ഒരു കമ്പനി ഹയർ ചെയ്യണമെങ്കിൽ അത്ര 5-10 പേര് ഹയർ ചെയ്യണ്ടേ. അല്ലെങ്കിൽ ഒരാളെ ഹയർ ചെയ്താൽ പിന്നെ എന്തായിരിക്കും, എല്ലാം കൂടി അറിയുന്ന ഒരാളെ ഹയർ ചെയ്യാനും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടണമെന്നില്ല. അങ്ങനത്തെ സമയത്ത് ഈ ഏജൻസികൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടായിരിക്കും. ആ ഏജൻസികളെ ഹയർ ചെയ്യാം, അവരുടെ അടുത്ത് എല്ലാ ടീം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പം ടീമിന്റെ അടുത്തല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ലൈക്ക് നിങ്ങളുടെ ഫസ്റ്റ് ജോബ് പ്രിഫറൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇങ്ങനത്തെ ഏജൻസികളായിരിക്കും നിങ്ങളെ ഹയർ ചെയ്യാൻ പോകും. രണ്ടാമത്തെ വരുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഏജൻസി കഴിഞ്ഞിട്ട് ഇൻഹൗസ് കമ്പനികൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബ്രാൻഡ്സ് ഉണ്ടായിരിക്കും. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീപ്പിന്റെ ഷോറൂം ഉണ്ട്, മാധ്യമമുണ്ട്, ഹുണ്ടയുടെ ഷോറൂം ഉണ്ട്, ഇവിടെ മെർസിഡീസിന്റെ ഉണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പേര് പറയുന്നത്, ഇങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്, ഈ അടുത്ത ഏരിയ. സോ ഇവിടെ എല്ലാവരുടെയും ഡിജിറ്റൽ സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു റിസോഴ്സ് ഉണ്ട്. സോ ഇൻ ഹൗസ് ആയിട്ട് ആൾക്കാരെ ഹയർ ചെയ്യും. നിങ്ങളുടെ ഒരു രണ്ടാമത്തെ സെക്ഷൻ ഹയറിങ്. സെക്കൻഡ് വരുന്നത് എന്താണ്, ഓക്കെ നിങ്ങൾക്ക് വേറെ എവിടെ പോയിട്ട് കമ്പനികളൊന്നും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ഫ്രീലാൻസ്. ഓക്കെ, സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഫ്രീലാൻസിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചെറിയ വർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. SEO വർക്ക്, ആഡ് വർക്ക്, ക്രിയേറ്റീവ് വർക്ക്, നിങ്ങൾക്ക് എന്താ ചെയ്യാം, ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ്, യു ക്യാൻ ബിക്കം എൻ ഇൻഫ്ലുവൻസർ. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി റീച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ ഇൻഫ്ലുവൻസർ ആയിരിക്കും. നിങ്ങൾ തന്നെ വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾ തന്നെ ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാം. വെൻ യു നോ ഓൾ ദ ഡിജിറ്റൽ ആസ്പെക്ട്സ് യു ക്യാൻ ഈസിലി സ്റ്റാർട്ട്. എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് വേണം, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, എത്ര ഇൻഫ്ലുവൻസറിന് അറിയാം, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ്, എന്ത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനാണ് ഇടുന്നത്, അവർ അത്ര അനലൈസ് ചെയ്യാതെയാണ് ഇടുന്നത്.
എന്ത് റാൻഡം കണ്ടന്റ് ആയിരിക്കും ഇടുന്നത്. ചിലത് നല്ല ലൈക്ക് ഉണ്ടായിരിക്കും, ചിലത് ഒന്നും കാണത്തില്ല. ബട്ട് വെൻ യു നോ ഹൗ ടു ഡു ഇറ്റ് പ്രോപ്പർലി എങ്ങനെ ചെയ്യുന്നത്, ഓൾവേസ് നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ ഈസ് യു സ്റ്റാർട്ട് യുവർ ഓൺ ഏജൻസി. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഒരു എന്റർപ്രണറിയൽ സ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ നല്ലതാണ്, 3-4 പേര് കമ്പൈൻ ആയി സോഷ്യൽ മീഡിയയുടെ ഒരു കമ്പനി തന്നെ ഇട്ട് ക്ലയൻസിനെ അക്വയർ ചെയ്ത് സെൽസ് ഉണ്ട്, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ വെഞ്ചർ. അതും പറ്റുന്നില്ല, യു ക്യാൻ ഗോ ഫോർ ദ ലാസ്റ്റ് ഓപ്ഷൻ വെയർ യു ഗോ ഫോർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, വെയർ യു ഡോണ്ട് ഹാവ് ടു വർക്ക് ഫോർ എനി വൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്താൽ മതി. ഡെയിലി 5 വീഡിയോ ചെയ്യുക, ആമസോണിനകത്ത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്താണ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക. അതായിരിക്കും നിങ്ങളുടെ ഒരു ജോബ് പ്രൊഫൈൽ അഫിലിയേറ്റ് മാർക്കറ്റ്, വെർ യു വിൽ ബി സീരിയസ്ലി ഓർ സ്പോൺസേർഡ്. ലൈക്ക് നിങ്ങൾ കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്ത് ബ്ലോഗ് ഉണ്ടാക്കുക, വെബ്സൈറ്റ് ഉണ്ടാക്കുക, വെർ യു സ്റ്റാർട്ട് സെല്ലിംഗ് ദ ബാക്ക് ലിങ്ക്സ് ഓർ സെല്ലിംഗ് ദ ആർട്ടിക്കിൾ, സെല്ലിംഗ് ദ കോണ്ടന്റ്. ഇതെല്ലാമായിരിക്കും നിങ്ങൾക്ക് ഓവറോൾ ഒരു കാരിയർ സ്കോപ്പ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇപ്പം മേ ബി ലൈക്ക് ഇപ്പം ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആഫ്റ്റർ മാരേജ് ദേ ഹാവ് ടു റീലൊക്കേറ്റ്, പ്രഗ്നൻസി വരും, ഒരു ടൈം ഗ്യാപ്പ് വരും. അങ്ങനത്തെ സിനാരിയോയിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും, ഫ്രീലാൻസിങ് ആയിട്ട് മാറും. ഓക്കെ, സോ റിയൽ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റാത്ത സമയത്ത് അവർക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യും. ദെൻ ബോയ്സിന് ആഫ്റ്റർ 2 ഇയർ 3 ഇയർ 4 ഇയർ 5 ഇയർ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്പേർട്ടാണ്. നൗ യു ഡോണ്ട് ഹാവ് ടു വർക്ക് വിത്ത് എനി വൺ എൽസ്. ഒരു കമ്പനി നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലയൻസ് ഹാൻഡിൽ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ സെൽഫ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് അതും പറ്റുന്നില്ല, യു കൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു 3 ഇയർ 4 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെൽഫ് ലോഞ്ചിങ് ചെയ്യാൻ പറ്റും. സോ ഈവൻ ദോ നമുക്ക് എല്ലാം അതുകൊണ്ടാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. വേറെ ഏതെങ്കിലും ബിസിനസ്സിനകത്ത് പോയാൽ ആദ്യം ഒരു ജോലി കമ്പനിയിൽ തന്നെ പോയി വർക്ക് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ബേസിലാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് ഒരാളുടെ അണ്ടർ ഒരുപാട് പേരുണ്ടായിരിക്കും, എനിക്ക് വേറെ ആളുടെ അണ്ടറിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റും. എന്റെ ടൈം, എന്റെ ഒരു സെക്ഷനിൽ മാത്രം എനിക്കൊരു അത് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ഗോ ഫോർ എന്റർപ്രണർ, ഗോ ഫോർ ഫ്രീലാൻസിങ്, ഗോ ഫോർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഗോ ഫോർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ബട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് അത് എനിക്കൊരു ഏജൻസിയിൽ വർക്ക് ചെയ്യണം, എൻ്റെ ഒരു കാരിയർ സെറ്റ് ആക്കണം, ഒരു വലിയ വലിയ കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യണം, വലിയ പ്രഷർ ഒന്നും എനിക്ക് പറ്റത്തില്ല, കമ്പനികൾ തരുന്ന സാധനം മാത്രം ഫോളോ ചെയ്യും. വെരി ഗുഡ്, ഗോ ഫോർ ഏജൻസി ഓർ ഇൻ ഹൗസ്. Every option is open. So that is the job opportunities when you finish this course. Digital marketing course finish ചെയ്തിട്ട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു കാരിയർ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന ഒരുവിധം എല്ലാം പഠിപ്പിക്കും. ഹൗ യു ഹാൻഡിൽ ഫ്രീലാൻസിങ്, ഹൗ യു ഇൻഫ്ലുവൻസർ, ഹൗ യു ഹാൻഡിലിംഗ് ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇറ്റ്സ് അപ് ടു യു ഹൗ യു വാണ്ടഡ് ടു ഗോ ഫോർ. എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഡിസൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. 80 to 90% ആൾക്കാർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പിക്ക് ചെയ്തിട്ട്, ഒന്നെങ്കിൽ ഏജൻസിയിൽ വർക്ക് ചെയ്യും അല്ല ഇൻ ഹൗസ് ചെയ്ത്. വെരി റിയർ 10% പീപ്പിൾ ആണ് എന്താ പറയുക നെക്സ്റ്റ് 4 സെക്ഷൻസ് കോർഡിനേറ്റിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഒബ്വിയസ്ലി റിസ്ക് കൂടുതലാണ്, പിന്നെ സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യും, അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. ലൈക്ക് ജസ്റ്റ് ഫോർ ഫ്രീലാൻസിംഗ് പറയുകയാണെങ്കിൽ ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ പഠിക്കാൻ വരുന്നത്. സോ അവർക്ക് കുട്ടികളെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. സോ ദേ ട്രൈ ടു ഗെറ്റ് സംതിങ് ഓൺലൈൻ as they can work on. Even though they wanted to go for an house or agent, but still they try to go with like അവരുടെ ആ സിറ്റുവേഷൻ അനുവദിക്കാത്തതുകൊണ്ട് they go with the freelancing. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ഏത് ഫീൽഡും ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. സോ നമ്മൾ എല്ലാ ഫീൽഡുകളും അറിഞ്ഞിരിക്കും. ലെറ്റർ ഓൺ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, എനിക്ക് SEO ആണ് സ്പെഷ്യലൈസ്ഡ്, എനിക്ക് പെർഫോമൻസ് മാർക്കറ്റിങ്ങിനകത്താണ് പോകേണ്ടത്, എനിക്ക് സോഷ്യൽ മീഡിയയിലാണ് പോകേണ്ടത്. അത് ബേസ്ഡ് ഓൺ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഓഫ് ആണ് സെക്ഷൻ. ബട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാ സാധനം എക്സ്പ്ലോർ ചെയ്യാം, എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതാണ് ഓവറോൾ ഒരു എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയായിരിക്കും ജോബ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഒരു ഓവർവ്യൂ, എന്താണ് ഒരു എന്താ പറയുക ടോപ്പ് അംബ്രേല വ്യൂ ആണ് എന്ന്. So that's it, guys, on this episode. Hope you enjoyed this discussion. So this episode was sponsored by Aviv Digital, a digital training institute in Kerala, provide trainings in UI UX, digital marketing and full stack development. If you have any inquiries, please do visit us at avivdigital.in and leave it an inquiry. We'll get back to you. See you guys. Till then, bye bye, take care and keep learning.